ഹായ് ഫ്രണ്ട്സ്, ചക്ക ഇഷ്ടമുള്ളവരെല്ലാവരും ഒക്കെ പോരാ കേട്ടോ. അപ്പോൾ നമ്മുടെ ജയ്പൂരിൽ നല്ല ഒന്നാമതൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ വന്നിട്ട് നല്ല മനസ്സമാധാനമായിട്ട് ചക്കയൊന്നും വേവിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വരിക്കച്ചക്കയാണോ കൂഴച്ചക്കയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ മുള്ളു മാത്രമേ ഞാൻ കളഞ്ഞിട്ടുള്ളൂ, വേറെ ഒരു ഭാഗവും കളഞ്ഞിട്ടില്ല. ചക്കയുടെ എല്ലാ പോർഷനും നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒരുമിച്ചിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ കളയുന്ന പോലെ ചക്കയുടെ ആ കറ കളയാനായിട്ട് ഞാൻ ചകിരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തതിൻ്റെ ചകിരിയൊക്കെ നല്ല രീതിയിൽ ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പുറത്തോട് കണ്ടപ്പോൾ നല്ലതായിട്ട് പഴുത്തതാണെന്നേ, പക്ഷേ അതിൻ്റെ കളർ അതായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ചക്കയുടെ എന്താ പറയുക, പുറവശത്ത് ഈ ഒരു കളർ വരുമ്പോൾ നമ്മൾ പഴുത്തെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പഴുപ്പിച്ചൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് വളരെ സന്തോഷത്തോടെ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇത് നല്ല പച്ചയായത് കാരണം അതിൻ്റെ മുള്ളു മാത്രമേ ഞാൻ കളയുന്നുള്ളൂ. എല്ലാം കൂടി അങ്ങോട്ട് വെട്ടി അരിഞ്ഞിട്ട് അങ്ങോട്ട് വേവിക്കാനൊന്നും ഉദ്ദേശമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ള ടൈമും ഇല്ല. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവം തന്നെയാണ്. നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ് ഇല്ലേ, ചക്ക ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഒരുപാട് വൈറ്റമിൻ സി, വൈറ്റമിൻ എ, കാൽസ്യം, പൊട്ടാസ്യം എന്ന് വേണ്ട എല്ലാം കൂടെ കലവറ എന്ന് തന്നെ പറയാം അല്ലേ. പക്ഷെ പണ്ട് കാലങ്ങളിൽ എല്ലാ വീട്ടുകളിലൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഉള്ള ഇടക്കാലം കൊണ്ട് ആർക്കും ഇത് ഇഷ്ടമല്ലാതായി. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ അറിയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ മലയാളികളുടെയൊക്കെ വീടുകളിൽ ഇത് എന്താ പറയുക, വേവിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല വെട്ടി അരിഞ്ഞങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചക്കയൊക്കെ കുഴയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. ഇതൊന്നും പഠിപ്പിച്ചു തരേണ്ട കാര്യം ഇല്ല എങ്കിൽ തന്നെയും ഞാൻ അപ്ലോഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അറിയാവുന്നവരെന്നല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉള്ളവർ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഒന്നും അതിൻ്റെ കളഞ്ഞിട്ടില്ല. അതിൻ്റെ കുരു, ചുള എല്ലാം, അതിൻ്റെ കൂഞ്ഞ് എല്ലാ സംഭവങ്ങളും കൂടി വെട്ടി അരിഞ്ഞങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ചക്കയുടെ ഒരു മുറിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. പകുതി പോർഷനും എടുത്തു കേട്ടോ, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അതൊന്ന് കുറച്ചങ്ങ് ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ചേക്കാം. എല്ലാം കൂടി ഒന്ന് വേവിച്ച് കഴിഞ്ഞാലും കഴിക്കാൻ ആളില്ലല്ലോ, അപ്പോൾ അത്രയും വേണ്ടാന്ന് വിചാരിച്ചപ്പോൾ. ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള വീടുകളിലാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയല്ല, അംഗസംഖ്യകളൊക്കെ കൂടുതലുള്ളപ്പോൾ എന്താ പറയുക, ഭക്ഷണത്തിന് കുറവുകളൊക്കെ വരുന്ന സമയത്ത് ഇതെല്ലാം കൂടിയിട്ട് വേവിച്ചിട്ടൊക്കെയാണ് എല്ലാവരും ഇത് കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായതല്ല. പക്ഷേ എങ്കിൽ തന്നെ ഇതിൻ്റെ ഗുണം അറിഞ്ഞിട്ട് ചോറ് ഒരു നേരം ഒഴിവാക്കിയിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് നല്ല ഷുഗറിൻ്റെ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനും വളരെയധികം ഗുണമുള്ളൊരു സംഭവം തന്നെയാണ് ചക്കയെന്ന് പറയുന്നത്. ചക്കയുടെ ഗുണമൊന്നും മലയാളികളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നെനിക്കറിയാം, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. ഈ നോർത്ത് ഇന്ത്യക്കാർക്ക് ഇതിൻ്റെ ഗുണത്തെക്കുറിച്ചൊന്നും വലിയ അറിവില്ലെന്ന് തോന്നുന്നു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് അതങ്ങനെ പോകുന്നൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഒരു ചക്കയായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ നിന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്കൊന്ന് അരപ്പ് റെഡിയാക്കണ്ടേ. അപ്പോൾ ഒരു മുറി തേങ്ങ, 1 ടേബിൾ സ്പൂണോളം ജീരകം, ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ടിട്ടാണ് അത്രയും ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ചേർത്തുള്ളത് കുരുമുളകാണ് കേട്ടോ. അതായത് ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 4-5 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5-8 അല്ലിയോളം നമ്മൾ വെളുത്തുള്ളി ഇല്ലേ, അതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു മുറി തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ട് അത്രയാണ്. പിന്നെ ഓരോ പ്രദേശത്തും ഓരോരോ രീതിയിലല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അവിയലിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ തക്കാളിയും സവാളയും ചേർത്തിട്ട് ഇത് അവിയലല്ല എന്ന് പറയുന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല അതെന്താ, ചിലവർ തൈര് ചേർത്ത് ഉണ്ടാക്കാറുണ്ട്, ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം പറഞ്ഞത്, എനിക്കറിയില്ല. ഓരോ പ്രദേശത്തോട്ട് പോകുമ്പോഴും അല്ലേ ഓരോ ഭക്ഷണ രീതികൾ വേറെയാണ്, ഓരോരോ രീതികൾ വേറെകളല്ലേ. അപ്പോൾ എനിക്കറിയാവുന്ന രീതി ഞാൻ അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ തേങ്ങയുടെ ഒരു മുറിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ജാറിലേക്ക്. ഇനി നമുക്കൊന്നത് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുക്കറിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 വിസിൽ കൊണ്ട് തന്നെ വെന്ത് കിട്ടും. എല്ലാവരും ചോദിക്കും ഇതെല്ലാം കൂടെ വെട്ടിയരിഞ്ഞേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ എങ്കിൽ തന്നെ ചക്കയുടെ ഒരു സംഭവം കളയാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് പതുക്കെ സെപ്പറേറ്റ് ചെയ്ത് കുരു വേറെ ആക്കി എടുത്ത് ചുള വേറെയൊക്കെ എടുത്ത് സമയമുള്ളവർ അങ്ങനെ ചെയ്തോളും. പക്ഷേ ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചക്കയുടെ വെന്ത്. നിങ്ങൾ തോന്നും മഞ്ഞപ്പൊടി അല്പം കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ലൈറ്റ് അടിച്ചതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. മഞ്ഞപ്പൊടിയൊക്കെ ആവശ്യത്തിനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചതച്ച അരപ്പും കൂടി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ചത് പാകത്തിനായിരുന്നു, കൂടുതൽ വെള്ളമൊന്നും വേണ്ടി വന്നിട്ടില്ലായിരുന്നു. ഇനി അതെല്ലാം കൂടി നമ്മൾ ഈ കപ്പയൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ അങ്ങോട്ട് കുഴയ്ക്കുക. അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഉടച്ച് കുഴച്ചങ്ങോട്ട് എടുക്കുക.
ഇത്രയേ ഉള്ളൂ, സംഭവം ഈസിയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ് ചക്ക കുഴയ്ക്കുന്നതൊക്കെ എങ്ങനെയാണ്. പിന്നെ ഞാനൊന്ന് അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ തന്നെയും ഞാനൊന്ന് അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് കുഴച്ച് നല്ല രീതിയിൽ ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ അല്പം മുളകും ഉണക്കമുളകും കടുകും കൂടി കറിവേപ്പിലയും കൂടി ഒന്ന് കടുക് പൊട്ടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് ചെയ്യണ്ട. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കേണ്ട എങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങ് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഒരു അല്പം കടുക് അങ്ങനെ മുകളിൽ കിടക്കുന്നതൊക്കെ ഒരു ഭംഗിയാണ് അല്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. അപ്പം നമ്മളെ അടിപൊളി ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ, സൺഡേ സ്പെഷ്യൽ. ഇന്ന് കപ്പ കുഴയല്ല, ചക്ക കുഴയെന്ന് പറയാം. ഇനിയും ചക്ക എരിശ്ശേരി എന്ന് പറയും, ചക്ക അവിയൽ എന്ന് പറയും, എന്തൊക്കെ പ്രദേശത്ത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പറയുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന രീതി ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ കിട്ടുമ്പോൾ ഈ പറഞ്ഞ രീതി ഒന്ന് ചെയ്ത് നോക്കട്ടോ. മുള്ളും മാത്രം അങ്ങോട്ട് കളയുക, എല്ലാം കൂടി അങ്ങോട്ട് വെട്ടി കണ്ടിക്കുക. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് 2 വിസിലടിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാട്ടോ. ഈ അരപ്പൂടെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് എടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുഴ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്യാത്തവരൊന്നും ആരുമില്ല, ചക്കയുടെ സീസണല്ലേ നാട്ടിൽ, അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ ചക്ക കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ.